وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنْكَرِ. الحمد لله والصلاة والسلام على رسول الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഷർഹുസുന്ന ഇമാം ബർബഹാരി റഹ്മഹുള്ള ഈ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാടുകളും ഓരോ വിഷയത്തിലുള്ള നിലപാടുകൾ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് വിശ്വാസപരമായ വിഷയങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ പോലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഭാഗത്ത് അറിയപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ നിന്ന് എതിരായിക്കൊണ്ട് ബിദ്അത്തുകാർ ഒറ്റപ്പെട്ട രീതിയിൽ ചില വിഷയങ്ങൾ, ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ കൂടി ഈ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്താറുണ്ട്. അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അതിൽ മസ്ഹൽ ജൗറബിൻ്റെ മുകളിൽ തടവുന്നത്, ഹുഫമേൽ തടവുന്നത്, ഇതെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മറ്റ് പഴച്ച കക്ഷികളിൽ നിന്ന് വേർതിരിയുന്ന കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ പെട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് അസ്സലാ അല സറാവീൽ എന്ന് പറയുന്ന, ഇപ്പോൾ പൈജാമ ഇട്ടുകൊണ്ട് നിസ്കരിക്കുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചെയ്തിട്ടുണ്ട്, ബർബഹാരി റഹ്മല്ല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ വിഷയം, തലാഖിൻ്റെ വിഷയമെല്ലാം, ആ വിഷയങ്ങളെല്ലാം ബിദ്അത്തുകാരിൽ നിന്ന് വേർതിരിയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ശേഷം ബർബഹാരി റഹ്മഹുല്ല അതേപോലത്തെ ഒരു വിഷയമാണ് പറയുന്നത്, വത്തക്ബീറു അലൽ ജനായിസി അർബഅ. മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത്, ജനാസ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അതിൽ 4 തക്ബീറുകളാണുള്ളത്, 4 റക്അത്തുകളാണുള്ളത് അല്ലേ. വഹുവ ഖൗലു മാലിക് ഇബ്നു അനസ് വസുഫിയാൻ അസ്സൗരി വൽഹസൻ ഇബ്നു സാലിഹ് വഅഹ്മദ് ഇബ്നു ഹംബൽ വൽഫുഖഹ. മയ്യത്ത് നിസ്കാരത്തിൻ്റെ രൂപം എന്ന് പറയുന്ന 4 തക്ബീറുകളാണ് എന്നുള്ളത് അത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിൻ്റെതും സുഫിയാൻ സൗരി, ഹസൻ ബിൻ സാലിഹ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇങ്ങനെയുള്ള ഫുഖഹാക്കളുടെയും മുഹദ്ദിസുകളുടെയും അഭിപ്രായമാണ്. വഹാഖദാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്രകാരം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തിട്ടുള്ളത്. അത് ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല അലൻ നജാഷി സലാത്തൽ ഗായിബി വകബ്ബറ അലൈഹി അർബഅ. നജാഷിക്ക് വേണ്ടിയിട്ട് ജനാസ നിസ്കരിച്ചു, അത് എന്നുകൊണ്ട് വഖബ്ബർ അലിഹി അർബഅ, 4 തക്ബീറുകൾ ചെയ്യുകയും ചെയ്തു എന്നുള്ളത്. ഇതാണ് ബഹുഭൂരിപക്ഷ റിവായത്തുകളും ഈ പ്രകാരമാണ് വന്നിട്ടുള്ളത്. എന്നാൽ ചില റിവായത്തുകളിൽ 5 തക്ബീറാണെന്നും 5 തക്ബീറുകൾ ചെയ്തതായിട്ടും അതിൽ കൂടുതൽ ചെയ്തതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ജനാസ നിസ്കരിക്കുന്ന സമയത്ത് ജനങ്ങൾ, സാധാരണക്കാരും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആളുകളും സാക്ഷികളാകുന്ന സമയത്ത് അവിടെ 4 തക്ബീറുകൾ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് തശ്വീഷ് ഉണ്ടാക്കാൻ പാടില്ല. ഈ തരത്തിലുള്ള അറിയപ്പെട്ട വിഷയങ്ങൾ, അറിയപ്പെട്ട രൂപമാണ് പൊതുസ്ഥലങ്ങളിൽ ചെയ്യേണ്ടത്, എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം ഷെയ്ഖ് ഫൗസാൻ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ചില കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഒന്നിലേറെ അഭിപ്രായങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിലേറെ രൂപങ്ങളുണ്ടാകും. അതിലേറ്റവും അറിയപ്പെട്ട രൂപങ്ങളാണ് പൊതു സ്ഥലങ്ങളിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടത്. കാരണം ജനങ്ങൾക്ക് തശ്വീഷ് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്, ആശയക്കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിൻ്റെ അഭിപ്രായമാണ്. സുഫിയാൻ സൗരി, അതുപോലെ ഹസൻ ബിൻ സാലിഹ് ബിൻ ഹൈ, അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അഹ്മദിൻ്റെയും ഒക്കെ അഭിപ്രായം ഇതാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ, റാഫിദുകൾ നിസ്കരിക്കുന്ന സമയത്ത്, മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് 5 തക്ബീറുകളാണ് അവർക്കുള്ളത്. അതുകൊണ്ട് കൂടിയാണ് ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി ഈ
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഈ ഒരു ഗ്രന്ഥത്തിൽ ഈ ഒരു വിഷയവും ഉൾപ്പെടുത്താനുള്ള കാരണം. അപ്പോൾ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, റാഫിദുകൾക്ക് എതിരാവുക എന്നുള്ളത്. രണ്ടാമതായിട്ട് പൊതു ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളോ ഒറ്റപ്പെട്ട നിലപാടുകളോ നമ്മൾ പറയാൻ പാടില്ല. അത് ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നുള്ള കാര്യവും പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ശേഷം പറഞ്ഞു, വൽ ഈമാൻ ബിഅന്ന മഅ കുല്ലി ഖത്റത്തിൻ മലകൻ യൻസിലു മിന السماء حتى يضعها حيث أمره الله عز وجل. നമ്മൾ മഴ വർഷിക്കുന്ന സമയത്ത് ഓരോ തുള്ളി മഴയോടൊപ്പവും ഓരോ മലക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവതരിക്കുന്നുണ്ട് എന്നുള്ളതിൽ വിശ്വസിക്കൽ സുന്നത്തിൽപ്പെട്ടതാണ്. ഹത്താ യദഅഹ ഹൈസു അമറഹുല്ലാഹ്, അള്ളാഹു കൽപ്പിച്ചിടത്തേക്ക് അതിനെ എന്ത് ചെയ്യും, നിക്ഷേപിക്കാൻ ഓരോ മലക്കുകൾ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ തുള്ളി മഴയോടൊപ്പവും അയക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, മഴ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ വലിയ നിഅമത്താണ്. അത് അള്ളാഹു അതിൻ്റെ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ളത് മീകായിൽ അലൈഹിസ്സലാമിനെയാണ്. ഇപ്പോൾ മീകായിൽ അലൈഹിസ്സലാമാണ് എന്ത് ചെയ്യുന്നത്, മഴ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി മഴ വർഷിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ധാന്യങ്ങളും ചെടികളുമെല്ലാം മുളപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മലായിക്കത്തുകളാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തുള്ളിയും എവിടെ നിർണിതമായ അളവനുസരിച്ചാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, മഴ വർഷിപ്പിക്കുന്നത്. അത് ഓരോ തുള്ളിയും എവിടെ എത്തണമെന്നുള്ളതിന് അള്ളാഹുവിന് എന്തുണ്ട്, കണക്കുണ്ട്. അള്ളാഹു പറഞ്ഞു, വഅൻസൽനാ മിനസ് സമാഇ മഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർദ്. അള്ളാഹു നിർണിതമായ അളവനുസരിച്ചാണ് വെള്ളം ഇറക്കുന്നത് എന്നുള്ളത്, മഴ വർഷിപ്പിക്കുന്നത്. പിന്നെ അള്ളാഹു അത് ഫഅസ്കന്നാഹു ഫിൽ അർദ്, ഭൂമിയിൽ അതിനെ എന്ത് ചെയ്യുന്നു, അതിനെ ഒളിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഭൂമിയിൽ അള്ളാഹു എന്ത് ചെയ്യുന്നു, അത് നിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മലായിക്കത്തുകൾ ഓരോ തുള്ളി മഴയോടൊപ്പവും മലായിക്കത്തുകൾ ഇറങ്ങുന്നുണ്ട് എന്നുള്ള വിഷയത്തിൽ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഹദീസിൻ്റെ സഹത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ സലഫുകളുടെ അഭിപ്രായങ്ങൾ നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ, അതുപോലെ ഹസൻ ബിൻ ഖുതൈബ, അതുപോലെ ഷഹർ ബിൻ ഹൗഷബ്, വഹബ് ബിൻ മുനബ്ബിഹ്, ഇങ്ങനെയുള്ള ധാരാളം താബിഈങ്ങളിൽ നിന്ന് ഈ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. ഹദീസുകളിലും വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം മലായിക്കത്തുകൾ എത്ര അളവുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ തുള്ളി മഴ ഇറങ്ങുമ്പോഴും മലായിക്കത്തുകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ, ആ തുള്ളിയോടൊപ്പം ഒരു മലക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ എത്ര ആയിരം മലക്കുകളുണ്ടാകും, എത്ര കോടിക്കണക്കിന് മലായിക്കത്തുകൾ ഉണ്ടാകും. അപ്പോൾ മലായിക്കത്തുകൾക്ക് അവരുടെ എണ്ണം എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു. അള്ളാഹുവിൻ്റെ സൈന്യത്തെ സംബന്ധിച്ച്, നിൻ്റെ റബ്ബിൻ്റെ സൈന്യത്തെക്കുറിച്ച് അവനല്ലാതെ മറ്റാരും അറിയുന്നില്ല എന്ന്. അത്രയധികം ഉണ്ട്. അതുപോലെ തന്നെ ഹദീസുകൾ കാണാൻ സാധിക്കും, മാ മിൻ മൗദിഇ അർബഅ അസാബിഅ ഫിസ്സമ, ആകാശത്തിൽ 4 വിരൽ വെക്കാൻ ഒരു സ്ഥലമുണ്ടോ, ഇല്ലാ ഫീഹി മലകുൻ സാജിദ്, അവിടെ സുജൂദ് ചെയ്യുന്ന ഒരു മലക്കുണ്ടാകുമെന്നുള്ളതാണ്. അത് എന്നിട്ട് അവരുടെ ആധിക്യം കാരണത്താൽ ആകാശത്തിന് എന്തുണ്ട്, ശബ്ദം വരുന്നുണ്ട്, ആ നിരക്ക ശബ്ദം വരുന്നുണ്ട്, ഈ വെയിറ്റിൻ്റെ അധികം കാരണത്താൽ എന്നുള്ളത്. അപ്പം മലായിക്കത്തുകൾക്ക് അത്രയും അധികം മലായിക്കത്തുകളുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല നരകത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞെടുത്ത് നമുക്ക് കാണാൻ സാധിക്കും, എന്താണ്, ലഹ 70,000 ഖിതാം, അതിന് 70,000 എന്തുണ്ട്, അതിനെ വലിച്ചു കൊണ്ടുവരാനുള്ള കയറുകളുണ്ട്. ആ 70,000 കയറുകളിൽ എന്തുണ്ട്, 70,000 മലായിക്കത്തുകളുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യുന്നത്, നരകത്തെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളത് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ശേഷം പറഞ്ഞു, والإيمان بأن رسول الله صلى الله عليه وسلم حين كلم أهل القليب
യൗമ ബദ്രിൻ അയൽ മുശ്രിക്കീൻ കാനു യസ്മഊന കലാമഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുൽ ഖലീബിനോട് ബദറിൻ്റെ ദിവസത്തിൽ സംസാരിച്ച സമയത്ത്, മുശ്രിക്കുകളോട് സംസാരിച്ച സമയത്ത് കാനു യസ്മഊന കലാമ, അവർ റസൂലുള്ളാഹിൻ്റെ സംസാരം കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അഹ്ലുൽ ഖലീബ് എന്താണ്? ബദർ യുദ്ധം കഴിഞ്ഞിട്ട് അവിടെ ബാക്കിയായിട്ടുള്ള കൊല്ലപ്പെട്ടിട്ടുള്ള 70ഓളം വരുന്ന മുശ്രിക്കുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള ഒരു ഖലീബ്, ഒരു പൊട്ടക്കിണറ്റിൽ എന്ത് ചെയ്ത് കൊണ്ടുപോയിട്ട് തള്ളാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് അത് ദുർഗന്ധം വമിച്ചു. അത് എന്തായി തീർന്നിട്ടുണ്ട്? പിന്നെ ശവം നാറുന്ന അവസ്ഥയിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് ആ മുശ്രിക്കുകളോട് സംസാരിക്കുന്നുണ്ട്. ആ എന്താണ് മരിച്ചു പോയിട്ടുള്ള മുശ്രിക്കുകളോട് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഓരോരുത്തരെയും പേര് വിളിച്ചാണ് പറയുന്നത്, അവരുടെ നേതാക്കന്മാരുടെ പേര് വിളിച്ചുകൊണ്ട്. എന്നിട്ട് യാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഓരോരുത്തരും യാ അബാ ജഹൽ ഇബ്നു ഹിഷാം, യാ ഉത്ബ, യാ ഷൈബ, യാ ഉമയ്യ, ഇങ്ങനെ ഓരോരുത്തരെയും പേര് വിളിച്ചുകൊണ്ട് അവർ അഭിസംബോധന ചെയ്യണം. ഹൽ വജത്തും മാ വഅദകും റബ്ബുക്കും ഹഖ, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് നിങ്ങൾക്ക് അത് എന്താണ് നടന്നു കിട്ടിയോ? അത് സാക്ഷാത്കരിച്ച് കിട്ടിയോ? ഇന്നി വജത്തു മാ വഅദനി റബ്ബി ഹഖ, എൻ്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം ചെയ്തത് എനിക്ക് പുലർന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി അവരോട് സംസാരിക്കുകയാണ്. ഇത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണെന്ത്? യാ റസൂലല്ലാഹ് കൈഫ തുകല്ലിമുഹും വഖദ് ജയ്യഫു വഹും ലാ യസ്മഊൻ, എങ്ങനെയാണ് താങ്കൾ അവരോട് സംസാരിക്കുന്നത്? അവർ ശവമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നാറിപ്പോയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവരോട് സംസാരിക്കുന്നത്? അവർ കേൾക്കുകയില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മാ അൻതും ബിഅസ്മഅ ലിമാ അഖൂലു മിൻഹും ലകിന്നഹും ലാ യൻതഖൂന ഔ ലാ യതകല്ലമൂൻ. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നത്, നിങ്ങൾ കേൾക്കുന്നതിനേക്കാളും അവർ കേൾക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് സംസാരിക്കാനോ ഉച്ചരിക്കാനോ സാധിക്കുകയില്ല എന്ന്. അപ്പോൾ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു മുഅ്ജിസത്തായിട്ട് അള്ളാഹു അവർ കേൾപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അവർക്കുള്ള ഒരു ശിക്ഷയായിട്ട്, അല്ലേ? അപ്പോൾ ഇത് ഈ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ മുൻകാലം മുതലേ എന്തിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. മരിച്ച ആളുകൾ കേൾക്കുമോ, ജീവിച്ചിരിക്കുന്ന ആളുകളുടെ സംസാരം കേൾക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായം നമുക്ക് സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും, മുസ്ലിമിലും അത് വന്നിട്ടുണ്ട്. മരിച്ചവർ കേൾക്കുകയില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അവർ വിവരിക്കുന്നത്. എന്നിട്ട് അവർ പരിശുദ്ധ ഖുർആനിലുള്ള ആയത്താണ് തെളിവാക്കുന്നത്, ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ നിനക്ക് സാധിക്കുകയില്ല എന്നുള്ള ആയത്തുകൾ ഓതിയിട്ടാണ് ആ കാര്യം അവർ പറയുന്നത്. ഈ ഒരു അഭിപ്രായം സ്വീകരിച്ച് ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഇമാം അബൂ യഅല, അതുപോലെ ആധുനിക കാലഘട്ടത്തിൽ നോക്കുന്ന സമയത്ത് ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുല്ല ഈ അഭിപ്രായത്തെ സംബന്ധിച്ച് വളരെ ശക്തമായ അഭിപ്രായമെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം എന്താണ്? മരിച്ചവർ കേൾക്കുമെന്നുള്ള അഭിപ്രായം. മരിച്ചവർ കേൾക്കുമെന്നുള്ള അഭിപ്രായം പറഞ്ഞ ആളുകൾ തെളിവ് പിടിച്ചത് എന്താണ്? ഇങ്ങനെ ഈ അഹ്ലു അൽ ഖലീബിനോട് റസൂലുള്ളാഹി സംസാരിച്ച ഈ ഒരു ഹദീസാണ് പ്രധാനമായിട്ടും അവർ തെളിവ് പിടിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസ് അതൊരു പ്രത്യേകമായിട്ട് എന്താണ് ഇസ്തിസ്ന ആയിട്ടുള്ള വിഷയമാണ്. റസൂലുള്ളാഹിക്ക് എന്താണ് മുഅ്ജിസത്തായിട്ട് അവിടെ നൽകിയിട്ടുള്ള കാര്യമാണെന്നുള്ളത് സന്ദർഭത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നതാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചുള്ളത്, ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ കേൾക്കുകയില്ലല്ലോ, പിന്നെന്താണ് താങ്കൾ അവരോട് സംസാരിക്കുന്നതെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത്. അപ്പോൾ മാത്രമല്ല ഈ ഒരു ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഖതാദ ഇബ്നു ദിആമ അസ്സദൂസി റഹ്മഹുല്ലാഹ് വിശദീകരിച്ചു, ഇന്നല്ലാഹ അഹ്യാഹും ലിനബിയിഹി, അല്ലാഹു റസൂലുള്ളാഹിക്ക് വേണ്ടി അവർക്ക് ജീവൻ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്, റസൂലുള്ളാഹിന്റെ സംസാരം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ മരിച്ചവർ കേൾക്കുകയില്ല എന്ന് പറയുന്ന നിരവധി ആയത്തുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ തെളിവ് പിടിച്ച ആയത്തുകൾ, അത് വളരെ വ്യക്തമായിട്ടുള്ള ആയത്തുകളാണ്. അതുപോലെ തന്നെ സൂറത്തുൽ കഹ്ഫിലുള്ള വദറബ്ന അല ആദാനിഹിം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം അറിയിക്കുന്നത് മരിച്ചവർ കേൾക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് അതിൽ നിന്ന് എന്താണ്? റസൂലുള്ളാഹിക്ക് പ്രത്യേകമായിട്ട്
അവർക്ക് എന്താണ് കേൾപ്പിക്കാൻ വേണ്ടി റസൂൽ അവർക്ക് എന്താണ് അള്ളാഹു അവർക്ക് ജീവൻ നൽകിയതാണെന്നുള്ളത് ഖതാദ റഹ്മത്തുള്ളാഹി വിശദീകരിച്ചിട്ടുള്ളതാണ്. ശേഷം പറയാണ് വൽ ഈമാൻ ബി അന്ന റജുല ഇദാ മറദ ആജറഹു അല്ലാഹു അലാ മറദിഹി. ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ ആ രോഗം കാരണത്താൽ അള്ളാഹു ഒരാൾക്ക് എന്ത് ചെയ്യും, രോഗിയായ വ്യക്തിക്ക് അതിന് പ്രതിഫലം നൽകുമെന്നുള്ളതിൽ വിശ്വസിക്കൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിക്കുന്ന എല്ലാ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഹിക്മത്തുകളുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ അല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ രോഗം വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് പാപങ്ങൾ കഴുകിക്കളയാണ് ചെയ്യുന്നത്. ശേഷം പറഞ്ഞു ഷഹീദ് അജ്റുഹുല്ലാഹു അലാ ഷഹാദതി. ഷഹീദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഷഹീദ്, രക്തസാക്ഷി, ആ രക്തസാക്ഷിക്ക് ഷഹാദത്തിൻ്റെ ഫലമായിട്ട് അള്ളാഹു പ്രതിഫലം നൽകും. വലിയ പ്രതിഫലമാണ് അവർക്കുള്ളത്. അവരുടെ രക്തം എന്താണ് ഒന്നാമതായിട്ട് ഒലിക്കുന്ന രക്തം കാരണത്താൽ എന്ത് ചെയ്യും, അവരുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വയഅമനുഹുൽ ഫറ്റാൻ, ഖബർ ശിക്ഷ അവർക്ക് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ അവരുടെ അർവാഹകൾ എന്താണ് സ്വർഗത്തിലായിരിക്കും. പക്ഷികളുടെ ചിറകുകളിലായിട്ട് അവർ എന്തായിരിക്കും, സ്വർഗത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യമൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതാണ്, ആയത്തുകൾ വന്നിട്ടുള്ളതാണ്. ശേഷം പറഞ്ഞു വൽ ഈമാൻ ബി അന്നൽ അത്ഫാല ഇദാ അസാബഹും ഷൈഉൻ ഫി ദാരി അദ്ദുനിയ യഅലമൂൻ. ദുനിയാവിൽ വെച്ചുകൊണ്ട് കുട്ടികൾ, ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അവരാരെങ്കിലും അടിക്കുകയോ അതല്ലെങ്കിൽ കുത്തുകയോ വീഴുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വേദന ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കൽ. നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. കുട്ടികൾക്ക് വേദന ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കൽ എങ്ങനെയാണ് നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽപ്പെടുന്നത്? നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാ മനുഷ്യന്മാർക്കും അറിയുന്ന കാര്യമാണ്, മതഭേദമന്യേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുട്ടികൾ വീണ് കഴിഞ്ഞാലോ മുറിവ് പറ്റിയാലോ അല്ലെങ്കിൽ സൂചി വെച്ച് കഴിഞ്ഞാലോ ഒക്കെ അവർക്ക് വേദന ഉണ്ടാകും എന്നുള്ള കാര്യം. പക്ഷേ അത് ഇവിടെ പറയാനുള്ള കാരണം വദാലിക അന്ന ബക്ർ ഇബ്ന ഉഖ്തി അബ്ദുൽ വാഹിദ് ഖാല ലാ യഅലമൂൻ വകദബ്. ബക്ർ ഇബ്നു ഉഖ്ത് അബ്ദുൽ വാഹിദ് എന്ന് പറയുന്ന ഖവാരിജികൾപ്പെട്ടുള്ള ആള്, അയാൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, കുട്ടികൾക്ക് വേദന ഉണ്ടാവില്ല എന്ന്. അവൻ പറഞ്ഞത് കളവാണ് എന്നുള്ള കാര്യവും പറഞ്ഞു. ഇത് ഖവാരിജികളുടെ പെട്ടുള്ളവരുടെ വാദമാണെന്ത്, കുട്ടികൾക്ക് വേദന ഇല്ല എന്നുള്ളത്. അത് അബ്ദുള്ള ഇബ്നു ഐസ എന്ന് പറയുന്ന മറ്റൊരു ഖാരിജി, ഇയാളുടെ ഈ ബക്കർ ഇബ്നു ഉഖ്ത് അബ്ദുൽ വാഹിദിൻ്റെ എന്താണ് ശിഷ്യനായിട്ടുള്ള അബ്ദുള്ള ഇബ്നു ഐസ പറയുന്നത് ഇന്നൽ മജാനീൻ വൽ അത്ഫാൽ വൽ ബഹായിം ലാ യഅലമൂൻ അൽ ബത്ത. ഭ്രാന്തന്മാർ, കുട്ടികൾ, അതുപോലെ തന്നെ കന്നുകാലികൾക്കൊന്നും വേദന ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. കാരണം ഇവരുടെ അഭിപ്രായ പ്രകാരം എന്താണ്, അങ്ങനെ വേദന ഉണ്ടെങ്കിൽ അത് ദുൽമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ദുൽമ് ചെയ്യുകയില്ല എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വേദന ഉണ്ടാവുകയാണെങ്കിൽ അത് ദുൽമാണെന്നുള്ളതാണ് അവർ പറയുന്നത്. സത്യത്തിൽ കുട്ടികൾക്ക് വേദന ഉണ്ടാകും, അതുപോലെ ഭ്രാന്തന്മാരാണെങ്കിലും വേദന ഉണ്ടാകും, കന്നുകാലികൾക്ക് വേദന ഉണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയപ്പെട്ടുള്ള കാര്യമാണ്. അങ്ങനെ വേദന ഉണ്ടാകുന്നതിൽ ഒരുപാട് നന്മകളുണ്ട്, അതിന് ഹിക്മത്തുകളുണ്ട് എന്നുള്ളതാണ്. ആ വിഷയത്തിൽ വരെ എന്താണ് നിഅമത്തുൽ അലം എന്ന് പറഞ്ഞിട്ട് ഗ്രന്ഥം തന്നെ ഉണ്ട്. അതിൻ്റെ മൻഫഅത്തുകൾ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന വേദന ഉള്ളതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റുകളെ സംബന്ധിച്ച്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കുട്ടി വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കരയും. അതുപോലെ തന്നെ മുറിവ് പറ്റിയാൽ കരയും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ എന്താണ്, വേദന ഉള്ളതുകൊണ്ടാണെന്നുള്ളത് ആർക്കാരാണ് അറിഞ്ഞുകൂടാത്തത്. ഇങ്ങനെയുള്ള വളരെ അറിയപ്പെട്ട വിഷയങ്ങൾ, ഹസ്സിയായ വിഷയങ്ങൾ വരെ ഇവർ നിഷേധിച്ചു എന്നുള്ളതാണ്. കാരണം ഖവാരിജികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അഫ്ആലുകൾക്ക് ഹിക്മത്തില്ല എന്നുള്ളതാണ് അവരുടെ വാദം. അപ്പോൾ ആ ഒരു ഇവിടെ വേദന ഉണ്ടാകുന്നതിനൊക്കെ എന്തിൻ്റെ ഹിക്മത്തുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സംഗതി നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ നിഷേധിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഒരു അഭിപ്രായം അവർ പറഞ്ഞിട്ടുള്ളത്. ശേഷം പറഞ്ഞു വഅലം അന്നഹു ലാ യദ്ഖുലു അൽ ജന്നത അഹദുൻ ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൂടാതെ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലേ, ലൻ യദ്ഖുല അഹദുൻ മിൻകുമുൽ ജന്ന ബിഅമലി. ഒരാളുടെയും
അമൽ കൊണ്ട് ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇല്ലാ യതഗമ്മദഹു അല്ലാഹു ബിറഹ്മതി, അല്ലേ, അള്ളാഹു റഹ്മത്ത് കൊണ്ട് പൊതിയാതെ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇത് ഹദീസിൽ വന്നാണ്, മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ളതാണ്. വലാ യുഅദ്ദിബു അല്ലാഹു അഹദൻ ഇല്ലാ ബിഖദരി ദുനൂബി, തിന്മകളുടെ അളവനുസരിച്ച് മാത്രമാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, ഓരോരുത്തരുടെയും ശിക്ഷിക്കുന്നത്. എന്നിട്ട് ബർബഹാരി റഹ്മത്തുള്ളാഹി പറയുന്ന വാചകം നോക്കൂ, വലു അദ്ദബ അഹ്ല അസ്സമാവാതി വൽ അർദ് ബർറഹും വഫാജിറഹും അദ്ദബഹും ഗൈറു വാലിമിൻ ലഹും. അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളുടെ മുഴുവൻ ആളുകളെയും, അതിലെ നന്മയുള്ള ആളുകളെയും തിന്മയുള്ള ആളുകളെയും ശിക്ഷിക്കാമെന്ന് വിചാരിക്കുക. എങ്കിൽ അവൻ ശിക്ഷിക്കുന്നത് അവൻ വാലിമാകാത്ത നിലക്കായിരിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാവരെയും ശിക്ഷിച്ചു, നല്ലവരെയും കെട്ടവരെയും ഒക്കെ ശിക്ഷിച്ചാലും പോലും അള്ളാഹു ഒരിക്കലും എന്താകുന്നില്ല, അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ദുൽമാവുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു വാചകത്തെ സംബന്ധിച്ച് ചില ഷുറാഹുകൾ, ഇതിനെ വിശദീകരിച്ച് ചില പണ്ഡിതന്മാർ ചില അഥറാദുകൾ പറഞ്ഞിട്ടുണ്ട്, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ള ഈ ഒരു വാചകം എന്താണ്, ഹദീസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇമാം അഹ്മദ്, അബൂദാവൂദും ഇബ്നു മാജയൊക്കെ റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. ലൗ അന്ന അല്ലാഹ അദ്ദബ അഹ്ല സമാവാതി വ അഹ്ല അർദിഹി ലഅദ്ദബഹും വഹുവ ഗൈറു ളാലിമിൻ ലഹും. അള്ളാഹു ആകാശഭൂമികളിലെ മുഴുവൻ ആളുകളെയും ശിക്ഷിച്ചാൽ പോലും അള്ളാഹു അവരെന്ത് ചെയ്യുന്നില്ല, അവരോട് അക്രമം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ വലു റഹിമഹും ലകാനത് റഹ്മതുഹു ഖൈറൻ ലഹും മിൻ അഅമാലിഹിം, അള്ളാഹു ആകാശഭൂമികളിലുള്ള മുഴുവൻ ആളുകളോട് റഹ്മത്ത് ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ അമലുകളെക്കാളും മികച്ചു നിൽക്കുന്നതായിരിക്കും എന്നുള്ളത്. അവരുടെ അമലുകൾക്ക് ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്തിന് എന്താണ് പകരമാവാൻ സാധിക്കില്ല എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മിഫ്താഹു ദാരി സആദ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ ഷിഫാഉൽ അലീൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൊക്കെ വിശദീകരിച്ച് പറഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു എല്ലാവരെയും ശിക്ഷിച്ചു എന്ന് വിചാരിക്കാം, നന്മയുള്ളവരെയും തിന്മയുള്ളവരെയും ഒക്കെ ശിക്ഷിച്ചാലും അതൊരിക്കലും ദുല്ലമാവില്ല. കാരണം അള്ളാഹു ചെയ്ത നിഅമത്തുകൾക്കൊന്നും പകരമാകുന്നില്ല നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന എന്താണ് നിസ്കാരങ്ങളും ഇബാദത്തുകളും ഒന്നും തന്നെ അതിനൊരിക്കലും പകരാവില്ല, അല്ലേ. അപ്പോൾ നമ്മൾ സത്യത്തിൽ അള്ളാഹുവിന് എന്താകുന്നില്ല, അവനോടുള്ള കടപ്പാട് നമുക്കൊരിക്കലും എന്ത് ചെയ്യുന്നില്ല. നമ്മൾ എത്ര അമല് ചെയ്താലും അള്ളാഹുവിനോടുള്ള ഹക്ക് നമുക്ക് വീട്ടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ശിക്ഷിച്ചാൽ അതൊരിക്കലും ദുൽമല്ല, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ആ ഹക്ക് വീട്ടിയ ആളുകളല്ല എന്നുള്ളതാണ്. ലാ യജൂസു അൻ യുഖാല ലില്ലാഹി ഇന്നഹു ളാലിം, അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു അക്രമിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റുകയില്ല, അല്ലേ. അള്ളാഹു വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, അള്ളാഹു ഒരിക്കലും അവൻ്റെ സൃഷ്ടികളോട് അക്രമം പ്രവർത്തിക്കുന്നവനല്ല. വലാ യദ്ലിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ഒരാളോടും അക്രമം പ്രവർത്തിക്കുകയില്ല. എത്രയെത്ര ആയത്തുകളാണ്, ഹദീസുകളാണ്. യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വജഅൽതു ബൈനകും മുഹറമൻ ഫലാ തളലമു, എൻ്റെ അടിയാറുകളെ ദുൽമ എൻ്റെ മേൽ ഞാൻ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. വ ഇന്നമാ യദ്ലിമു മൻ യഅഖുദു മാ ലൈസ ലഹു, എന്താണ് ദുൽമ എന്ന് പറയുന്നത്? ദുൽമ എന്ന് പറഞ്ഞാൽ ഒരാളുടെ അവകാശമല്ലാത്തൊരു കാര്യത്തെ എടുക്കുന്നതിനാണ് ദുൽമ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളായി നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ എന്താണ്, അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള കാര്യം അള്ളാഹ് തന്നെ സൃഷ്ടിച്ച് ഉടമപ്പെടുത്തുന്നത്, നിയന്ത്രിക്കുന്നതാണ്, അല്ലേ. അങ്ങനെയുള്ള സ്വന്തം ഉടമസ്ഥതയിൽപ്പെടുന്ന കാര്യത്തിൽ അള്ളാഹുവിന് യഥേഷ്ടം പ്രവർത്തിക്കാമെന്നുള്ളതാണ്. വല്ലാഹു ലഹുൽ ഖൽഖു വൽ അംർ, അള്ളാഹു മാത്രമാണ് സൃഷ്ടിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. വൽ ഖൽഖു ഖൽഖു, സൃഷ്ടികളെല്ലാം അവൻ്റെ സൃഷ്ടികളാണ്. വദ്ദാറു ദാറു, ഈ ദുനിയാവും ആഖിറത്തും എല്ലാം ആകാശഭൂമികളെല്ലാം അവൻ്റേത് മാത്രമാണ്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അവൻ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ ആരുമില്ല, സൃഷ്ടികളാണ് ചോദ്യം ചെയ്യപ്പെടുക. വലാ യുഖാലു ലിമ വല കൈഫ്, എന്തുകൊണ്ട് എന്നുള്ളതോ എങ്ങനെയെന്ന് അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, അത് എങ്ങനെ ചെയ്തു എന്നുള്ളതൊന്നും ചോദിക്കാൻ പാടില്ല. വലാ യദ്ഖുലു അഹദുൻ ബൈന അല്ലാഹി വബൈന ഖൽഖി, അള്ളാഹുവിനും സൃഷ്ടികൾക്കുമിടയിൽ ആരും എന്താണ് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാത്രമാണ് സൃഷ്ടിപ്പ്, നിയന്ത്രണം, അതുപോലെ തന്നെ
ഉടമസ്ഥത എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാത്രമായതുകൊണ്ട് അള്ളാഹുവിനോട് ഒന്നും തന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല. അള്ളാഹു എന്ത് തന്നെ പ്രവർത്തിച്ചാലും അതെന്താകുന്നില്ല, അക്രമമാകുന്നില്ല എന്നുള്ളതാണ് ബർബഹാരി റഹ്മഹുള്ള വിശദീകരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയും സംസാരിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. വഹാദ അല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.